എമ്പുരാൻ, അതേക്കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. എമ്പുരാൻ ലേറ്റസ്റ്റ് എന്താണ്? എമ്പുരാൻ രണ്ടാം പതിപ്പ്, അതായത് സെൻസറിങ്ങും മോഡിഫിക്കേഷൻ നടത്തിയ രണ്ടാമത്തെ പതിപ്പ് മിക്കവാറും നാളെ മുതലോ മറ്റന്നാൾ മുതലോ തിയേറ്ററുകളിൽ എത്തുകയാണ്. റീസെൻസർ ചെയ്യാത്ത ആദ്യ പതിപ്പ് കാണാൻ തിയേറ്ററുകളിലേക്ക് ജനപ്രവാഹമാണ്. ലോകത്തെമ്പാടുമുള്ള 2000 സ്ക്രീനുകളിലേക്ക് കേരളത്തിലുൾപ്പെടെ പ്രവാഹമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞു. മുടക്കിയ കാശും പിടിച്ചു, ഇനി എല്ലാം ലാഭത്തിലേക്ക് പോന്നു. വളരെ നല്ലത്. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് എമ്പുരാൻ മാറുമ്പോഴും വിവാദം മറ്റൊരു സൈഡിൽ കത്തിപ്പടരുകയാണ്. അതിന് അവസാനം മുട്ടുമടക്കി മോഹൻലാൽ മുട്ടുമടക്കി, പൃഥ്വിരാജ് മുട്ടുമടക്കി, ആന്റണി പെരുമ്പാവൂർ മുട്ടുമടക്കി, ഗോകുലം ഗോപാലൻ മുട്ടുമടക്കി. ഒരാൾ മാത്രം ഇതുവരെ മുട്ടുമടക്കിയിട്ടില്ല, മുരളി ഗോപി. തിരക്കഥ എഴുതിയ മുരളി ഗോപിക്ക് ഇപ്പൊ ഫാസിസം എന്താണെന്ന് മനസ്സിലായി കാണും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മനസ്സിലാക്കിയാൽ നല്ലത്. എന്താണ് യഥാർത്ഥ ഫാസിസം? കാരണം അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ തിരക്കഥകളും ഒക്കെ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അത് അവസാനം അത് പറഞ്ഞു നിർത്താം. ഇപ്പോ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതെല്ലാം അവർ അംഗീകരിച്ചു എന്നാണ്. ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തു. സംഘപരിവാറിനെ അവർ പേടിച്ചു. ഇനി ഇത് ബിസിനസ് തന്ത്രത്തിന്റെ മറ്റൊരു വശമാണോ എന്ന് ഞങ്ങൾ ഇന്നലെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. തൽക്കാലം അവർ മാപ്പ് പറഞ്ഞു, ഖേദം പറഞ്ഞു. സംഘപരിവാറിനെ പേടിച്ചിട്ടാവാം എന്ന് പല വിലയിരുത്തൽ വരുന്നുണ്ട്. ഇപ്പൊ ഗോകുലം ഗോപാലിന് ED റെയ്ഡ് വരാം, അത് പേടിയുണ്ടാവാം. മോഹൻലാലിന്റെ അവിടെ ചിലപ്പോൾ റെയ്ഡ് വരാം, കേന്ദ്ര സർക്കാരിന് റെയ്ഡ് വരാം. പൃഥ്വിരാജിന് ബിസിനസ്സാണല്ലോ സിനിമ, ഇപ്പൊ പ്രൊഡ്യൂസർ കൂടി ആയിട്ടും ഒക്കെ. അപ്പൊ അവിടെയും കേന്ദ്രത്തിന്റെ റെയ്ഡ് വരാം. ED റെയ്ഡ്, ഈ എബ്രാനി പറയുന്ന ED റെയ്ഡ് തന്നെ നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും ഒക്കെ വീട്ടിലേക്ക് വരാം. പിന്നെ മുരളി ഗോപിക്ക് വലിയ സ്വത്തുണ്ടാക്കി അങ്ങനെ വഴിവിട്ട് സമ്പാദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ EDയെ പേടിച്ചാൽ മതി, അല്ലെ കസ്റ്റംസിനെ പേടിച്ചാൽ മതി. ഇപ്പൊ എന്തായാലും മുരളി ഗോപിയുടെ മൗനം ഒരു ചർച്ചയാണ്. അദ്ദേഹം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ വന്നിട്ട് ഈ സിനിമയെ പറ്റി ഒന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ല, ഒന്നും പറയാനില്ല എന്ന അവസ്ഥയിൽ മൗനം പാലിക്കുന്നു. മോഹൻലാലിന്റെ FB പോസ്റ്റ് ഷെയർ ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. മുരളി ഗോപി ഇതുവരെ അത് ചെയ്തിട്ടില്ല. ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ചെയ്യണമെങ്കിൽ ഇതിനകം മുരളി ഗോപി അത് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ മുരളി ഗോപി എന്താ ചിന്തിക്കുന്നത്? ഇന്ന് മുരളി ഗോപി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് രസകരം. ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും ഈദ് ആശംസകൾ. എങ്ങനെയുണ്ട്? മുസ്ലിം ആഘോഷമായ പെരുന്നാൾ ആഘോഷത്തിന് ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് മുരളി ഗോപി ഒരു പോസ്റ്റ് ഇന്നിട്ടിരിക്കുന്നു. അതിനെ പിൻപറ്റി ഇഷ്ടംപോലെ കമന്റ്സ് വരുന്നുണ്ട് മുരളി ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുക. ഇനി കാര്യത്തിലേക്ക് വരിക. ഈ പിണറായി വിജയന്റെ രൂപഭാവവും സംസാരവുമുള്ള കൈതേരി സഹദേവൻ എന്ന ക്ലോണിനെ ഉണ്ടാക്കി ഭീകരനായി ചിത്രീകരിച്ചും അയാളെ കുത്തിക്കൊല്ലുന്ന ഒരു സിനിമ ഉണ്ടാക്കിയ ആളാണ്, അതിന് തിരക്കഥ എഴുതിയ ആളാണ് മുരളി ഗോപി എന്നറിയാവില്ല. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ആ തിരക്കഥ എഴുതിയിട്ടും ആ സിനിമ റിലീസ് ചെയ്തിട്ടും ആ ദിവസങ്ങളിലൊക്കെ മുരളി ഗോപി സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിച്ചു. ആരെയും പേടിക്കേണ്ടി വന്നില്ല. അന്നും മുരളി ഗോപി പറഞ്ഞിരുന്നു, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ ഈ കൈതേരി സഹദേവൻ പിണറായിയുടെ ക്ലോണാണ്. ഏറ്റവും നെഗറ്റീവായിട്ട് പിണറായി വിജയനെ ചിത്രീകരിക്കുന്ന ആ ക്ലോണിനെ ചിത്രീകരിക്കുന്ന സിനിമ. അന്ന് മുരളി ഗോപി പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു ഇന്റർവ്യൂവിൽ അതിശക്തമായിട്ട് പറഞ്ഞൊരു വാചകമുണ്ട്. എൻ്റെ സിനിമ, ഞാൻ തിരക്കഥ എഴുതിയ സിനിമ, തൃശ്ശൂരിന് അപ്പുറം മലബാറിൽ അതിന് അപ്രഖ്യാപിത നിരോധനമുണ്ട്, ബാൻ നിരോധനമുണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെ നിരോധനം? CPIMന്റെ എന്ന് നിരന്തരം പറഞ്ഞ ഒരാളാണ്, ഒരു അഭിമുഖത്തിലും പറഞ്ഞ ആളാണ് മുരളി ഗോപി. പക്ഷെ മുരളി ഗോപിക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ലോ. ആരെങ്കിലും മുരളി ഗോപിയെ തെറി വിളിച്ചോ? ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആക്ഷേപിച്ചോ? ഇല്ല. അപ്പൊ യഥാർത്ഥ ഫാസിസം എവിടെയാണെന്ന് തിരിച്ചറിയുക. എമ്പുരാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞ് നിർമ്മാതാവിനും മോഹൻലാലിന്, പ്രധാന നടന്, പിന്നെ നിർമ്മാതാക്കൾക്ക്, സംവിധായകന് ഒക്കെ ഇരിക്കപ്രതിയില്ല. സംവിധായകന്റെ അമ്മ വരെ, മല്ലിക സുകുമാരൻ വരെ രംഗത്ത് വന്നു മോനെ സംരക്ഷിക്കാൻ വേണ്ടി.
എല്ലാവരും കൂടെ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അവനെ ഒറ്റപ്പെടുത്തുകയാണ്. കൂടെയുള്ളവർ പോലും അവൻ്റെ കൂടെ നിൽക്കുന്നില്ല. മേജർ രവി മോഹൻലാലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ചിലതൊക്കെ വിളിച്ചു പറയുന്നു. എൻ്റെ മോൻ ഒറ്റപ്പെട്ടു, അവനെ കടന്നാക്രമിക്കുകയാണ് എന്ന് മല്ലികാ സുകുമാരൻ വിലപിക്കുന്നു. ഇതേ മല്ലികാ സുകുമാരൻ ചോദിക്കട്ടെ, ഈ മല്ലികാ സുകുമാരൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. നരേന്ദ്രമോദിയെ പരസ്യമായിട്ട് പിന്തുണച്ച ആളാണ്. അതുപോലെ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർക്ക് വേണ്ടി വോട്ട് പിടിച്ചയാളാണ് മല്ലികാ സുകുമാരൻ. ആ മല്ലികാ സുകുമാരൻ ഇപ്പം ഇങ്ങനെ പറയേണ്ടി വരുന്നു. അപ്പോൾ ഫാസിസം എവിടെയാണ്? ഈ മീശ എന്ന് പറയുന്ന മീശ എന്ന് പറയുന്ന നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതും കുറച്ച് ലക്കങ്ങൾ വന്നതിന് ശേഷം അത് പിൻവലിക്കേണ്ടി വന്നതും സംഘപരിവാർ ഭീഷണിക്ക് മുമ്പിൽ മാതൃഭൂമി മുട്ടുമടക്കിയതുമൊക്കെ നമുക്കറിയാമല്ലോ. അതിനു മുമ്പ് ഇതേപോലെ മുരളി ഗോപി പറഞ്ഞതുപോലെ ഈ മീശ നോവലിന്റെ രചയിതാവ് എസ് ഹരീഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അത് കൃത്യം വാക്കുകൾ ഇങ്ങനെയാണ്. ഹരീഷ് പറഞ്ഞത്, കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഇടതുപക്ഷമാണ് അത് നിഷേധിക്കുന്നത് എന്നൊക്കെയായിരുന്നു എസ് ഹരീഷ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മീശ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കണ്ടശ വന്നപ്പോൾ ആരാ അതിനെതിരെ രംഗത്ത് വന്നത്? ആരാ അത് കൂട്ടിച്ചത്, അവിടെ നിന്ന് പിൻവലിപ്പിച്ചത്? മീശ എന്ന് പറയുന്ന നോവൽ അപൂർണമായിട്ട് മാതൃഭൂമിക്ക് നിർത്തേണ്ടി വന്നത്, പിന്നെ അത് പുസ്തകമായിട്ട് DC അച്ചടിച്ചിറക്കിയത്. ഇന്ന് വരെ എസ് ഹരീഷ് പിന്നീട് ഫാസിസത്തിന്റെ പേരും പറഞ്ഞിട്ട് BJP RSSനെ കുറ്റപ്പെടുത്തി കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഇല്ല. പേടിയാണ് എന്നാണോ? എസ് ഹരീഷിന് പേടിയാണോ അദ്ദേഹത്തിന്റെ നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന് പിൻവലിപ്പിക്കാൻ നിന്ന ശക്തികൾ സംഘപരിവാറാണെന്നും, പക്ഷെ ആ സംഘപരിവാറിനെതിരെ ഇന്നേ വരെ എസ് ഹരീഷ് കമാന്നൊരക്ഷരം നോവലിസ്റ്റ് മിണ്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആരെങ്കിലും തെളിവുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ എസ് ഹരീഷ് സംഘപരിവാറിനെതിരെ ഫാസിസം എന്ന് പറഞ്ഞിട്ട് മിണ്ടിയിട്ടുണ്ടോ എന്നുള്ളത്. എന്താ? പേടിച്ചിട്ടാണ്. എന്തേ മുരളി ഗോപി ഇത്രയുമായിട്ടും സംഘപരിവാറിനെതിരെ എമ്പുരാന്റെ കാര്യത്തിൽ ഇത്രയും മാത്രം ഇടപെട്ടിട്ടും ഇപ്പം മുറിച്ച് മാറ്റേണ്ടി വന്നിട്ടും റീ എഡിറ്റ് ചെയ്തിട്ടും റീസെൻസറിങ് ചെയ്തിട്ടും എന്തേ മുരളി ഗോപി മിണ്ടാത്തത്? മുരളി ഗോപിക്ക് CPIM ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ്. പക്ഷെ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇറക്കിയിട്ടും 2013 അരുൺകുമാർ അരവിന്ദ് എന്ന് പറയുന്ന സംഘി അനുകൂലി സംവിധായകനാണ് അത് സംവിധാനം ചെയ്തത്. അപ്പൊ മൊത്തത്തിൽ ഒരു CPIM സംഘി ഫിലിമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇപ്പൊ എമ്പുരാൻ വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞ് നേരെ വിരുദ്ധമായി. പക്ഷേ മുരളി ഗോപിക്ക് പോലും സംഘപരിവാറിനെതിരെ ഇതുവരെ ഒരു വാക്കും പറയാൻ തോന്നുന്നില്ല. അപ്പോൾ യഥാർത്ഥ ഫാസിസ്റ്റ് ശക്തികൾ എവിടെയാണ്? CPIMലാണോ അതോ സംഘപരിവാരത്തിലാണോ? ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നോക്കിയാൽ മതി, നമുക്ക് എല്ലാം മനസ്സിലാവും. മുരളി ഗോപിക്ക് ഇതിൽ ഞങ്ങൾ കാണുന്ന ഏക ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇതുവരെ ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ചെയ്തതുപോലെ മോഹൻലാലിന്റെ FB പോസ്റ്റ് ഇതുവരെ മുരളി ഗോപി ഷെയർ ചെയ്തിട്ടില്ല. പകരം ഈദ് ആശംസകൾ അദ്ദേഹം എല്ലാവർക്കും നേർന്നു. ആ ഒരു വെളിച്ചമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. അന്ധകാരത്തിന്റെ ഫാസിസത്തിന്റെ ഇരുണ്ട നാടുകളുടെ ആ വരവ് നമ്മുടെ എത്ര അടുത്തെത്തി എന്നുള്ളത് തെളിയിക്കുന്നതാണ് എമ്പുരാൻ വിവാദം. അപ്പോൾ ആ ഇരുണ്ട തുരങ്കത്തിന്റെ അറ്റത്തൊരു ചെറിയ വെളിച്ചം പ്രകാശമായിട്ട് ഞങ്ങൾ കാണുന്നത് മുരളി ഗോപിയുടെ ഈ നിലപാടാണ്. ഇത്രയും നാൾ CPIMനെ ഫാസിസ്റ്റായിട്ട് കരുതിയ മുരളി ഗോപി ഇപ്പോഴൊന്നും മിണ്ടാതിരിക്കുന്നു. പിന്നെ ഏക ആശ്വാസം മോഹൻലാലിന്റെ FB പോസ്റ്റ് ഷെയർ ചെയ്യാതെ അദ്ദേഹം കാണിക്കുന്ന വ്യക്തിത്വമാണ്. ഇപ്പം നേർന്ന ഈദ് ആശംസകളുമാണ്. ബാക്കി ഇനി മുരളി ഗോപി എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് MD സംവിധാനം ചെയ്ത നിർമ്മാല്യം, അന്ന് അക്കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത ആ സിനിമ ദേശീയ പുരസ്കാരം നേടിയ സിനിമയാണ്. അതിലെ നായകനായി അഭിനയിച്ച PJ ആന്റണിക്ക് ദേശീയ നടനുള്ള പുരസ്കാരവും നിർമ്മാല്യ സിനിമയ്ക്ക് ദേശീയ അവാർഡും കിട്ടിയത് നമുക്കറിയാം. പിന്നീടൊരിക്കൽ MD പറഞ്ഞത്, ഇക്കാലത്താണെങ്കിൽ എനിക്ക് നിർമ്മാല്യം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ട്?
അന്നത്തേക്കാൾ ഫാസിസ്റ്റ് പ്രവണതകൾ അത്രമാത്രം ശക്തമാണ് ഈ രാജ്യത്ത് എന്നാണ് MD സൂചിപ്പിച്ചത്. ഇന്നെനിക്ക് നിർമ്മാല്യമെടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ധൈര്യമില്ല എന്നല്ല. ഈ കോമരം ഭഗവതിയുടെ വിഗ്രഹത്തിൽ കാർക്കിച്ച് തുപ്പുന്ന ഒരു രംഗം, ആ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. കോമരം അല്ലെങ്കിൽ വെളിച്ചപ്പാടായി അഭിനയിച്ച PJ ആന്റണിയുടെ കഥാപാത്രം ഭഗവതിയുടെ വിഗ്രഹത്തിൽ കാർക്കിച്ച് തുപ്പുകയാണ്. ഇന്നാണെങ്കിലും ഇവിടെ എന്തു പുകിലായിരിക്കും. അതേപോലെ ഈ ഒരു കാര്യം കൂടി, ഇപ്പോൾ വംശീയ കലാപം, ഗുജറാത്തിലെ വംശീയ കലാപത്തിൽ അതിൻ്റെ ചിത്രീകരണമാണല്ലോ ആദ്യ 20 മിനിറ്റ് ഈ സിനിമ എമ്പുരാൻ. ഗോദ്രയിൽ ട്രെയിൻ കത്തുന്നതിൻ്റെ ഈ ഫ്ലാഷ് വിഷ്വൽസും തുടക്കത്തിൽ, അത് കഴിഞ്ഞ് പിന്നീട് നരോദ പാട്ടിയിൽ നടക്കുന്ന ഹീനമായ വംശഹത്യയുടെ മുസ്ലിം സമൂഹങ്ങളെ ഒന്നടങ്കം കൊന്നൊടുക്കുന്ന ആ ദൃശ്യങ്ങളാണല്ലോ വലിയ പ്രശ്നമായത്. അതിൻ്റെ പേരിൽ അതിൻ്റെ കുറേ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു. എന്നാൽ ഈ സിനിമയിൽ പിണറായി വിജയനെയും CPIM-നെയും ആക്ഷേപിക്കുന്ന ഒട്ടേറെ രംഗങ്ങളുണ്ട്. അതേതെങ്കിലും വെട്ടിമാറ്റുന്നുണ്ടോ? അത് ന്യായമായ ചോദ്യമല്ലേ? വെട്ടിമാറ്റാൻ CPIM ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ആവശ്യപ്പെട്ടിട്ടില്ല. അവരാ സിനിമ കണ്ടിട്ട് ആ ഒരു സിനിമ കലാസൃഷ്ടി എന്ന നിലയിൽ അതിനെ അപ്രിസിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. സംഘികളോ? അപ്പൊ സ്വമേധയാണല്ലോ ഇപ്പൊ റീഎഡിറ്റ് ചെയ്യുന്നത്. അതല്ല, കേന്ദ്ര സെൻസർ ബോർഡ് കർശന നിർദ്ദേശം കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോട്ടെ, സ്വമേധയാ മോഡിഫിക്കേഷൻസ് റീസെൻസറിങ് കൊടുത്തു. അക്കൂട്ടത്തിൽ എന്നാൽ പിന്നെ ഇടതുപക്ഷത്തെ പിണറായി വിജയനെ ആക്രമിക്കുന്ന, കളിയാക്കുന്ന ആ 2-3 സീനൂടെ ഒന്ന് എടുത്ത് കളഞ്ഞേക്കാം എന്ന് ഈ നിർമ്മാതാക്കൾക്കോ സംവിധായകൻ പൃഥ്വിരാജിനോ തോന്നിയിട്ടുണ്ടോ? അതൊരു ചോദ്യമല്ലേ? ന്യായമായ ചോദ്യമല്ലേ? ആ ചോദ്യം കൂടി ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുകയാണ്.